I'm not saying I'm not sorry. Just looking for another you. It's not getting any better. But what can I do when there's something wrong? When we keep holding on to the best days. I'm not saying I'm not sorry. Just looking for another you. Looking for another you. Just looking for another you. Another you. Just looking for another you. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, രാജ്യം വരണമേ, തിരുമനസ്സുള്ളതിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. വിശ്വാസപാണതരസ്നായിതാവൂ ആകാശത്തിന്റെയും സർവശക്തന പിതാവുമായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹത്തോടെ ഞങ്ങൾ സമാരംഭിച്ച ദാമ്പത്യ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടെ പരസ്പര സ്നേഹത്തിലും ധാരണയിലും ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആശകളും അഭിലാഷങ്ങളും പ്രതീക്ഷകളും ഉത്കണ്ഠകളും വിജയങ്ങളും പരാജയങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഒരുപോലെ സ്നേഹത്തോടെ പങ്കുവയ്ക്കാൻ ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. പരസ്പരം പഴിച്ചാരാനോ കുറ്റപ്പെടുത്താനോ ഞങ്ങളെ അങ്ങ് അനുവദിക്കരുതേ. എല്ലാവിധ തെറ്റിദ്ധാരണകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും അങ്ങ് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ലോകത്തിലെ യാതൊരു ശക്തിക്കും വ്യക്തിക്കും ഞങ്ങളെ വേർതിരിക്കാൻ കഴിയാതിരിക്കട്ടെ. ഞങ്ങളുടെ വേദനകളിലും ബുദ്ധിമുട്ടുകളിലും ഏക മനസ്സോടെ അങ്ങയുടെ സന്നിധിയിൽ അളയാനും പ്രാർത്ഥനയിൽ അഭയം കണ്ടെത്താനും ഞങ്ങളെ സഹായിക്കണമേ. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും വേണ്ട ശക്തി ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ഞങ്ങളെ വരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും വിശ്വസ്തയോടെ നിറവേറ്റി അങ്ങേക്ക് പ്രതികാരമായ വിധം ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിലും അങ്ങയുടെ വിശ്വാസത്തിലും അങ്ങേക്ക് പ്രതീകമായ ജീവിതത്തിലും വളർന്നു വരുവാൻ അവരെ അങ്ങ് സഹായിക്കുകയും തിന്മയുടെ എല്ലാവിധ ശക്തികളിൽ നിന്നോ പ്രലോഭനങ്ങളിൽ നിന്നോ അവരെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങയുടെ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് 2-ാം അധ്യായം. 3-ാം ദിവസം ഗലീലായിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്തുകൊണ്ട് ചെല്ലുവിൻ എന്ന് അവർ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അതറിഞ്ഞിരുന്നു.
അവർ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുവല്ലോ. യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലായിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതിനുശേഷം അവർ തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനഹൂമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. ദൈവവചനമാണ് നാം കേട്ടത്. പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ഒരു കൊച്ചു കഥ ഇപ്രകാരമാണ്. ഒരിക്കൽ ലോകത്തിലെ ഏറ്റവും വലിയ സത്യം വരച്ചു ചേർക്കുവാൻ വേണ്ടിയിട്ട് ഒരു കലാകാരൻ യാത്ര പുറപ്പെടുകയാണ്. അയാൾ വഴിയിൽ ഒരു പുരോഹിതനെ കണ്ടുമുട്ടുന്നു. അയാൾ ചോദിച്ചു, ഏറ്റവും വലിയ സത്യം എന്താണ്? പുരോഹിതൻ പറഞ്ഞു, വിശ്വാസമാണ് ഏറ്റവും വലിയ സത്യം. അയാൾ വീണ്ടും അതിൽ തൃപ്തി വരാതെ യാത്ര തുടർന്നു. വഴിയിൽ ഒരു പട്ടാളക്കാരനെ കണ്ടുമുട്ടി. അയാൾ തന്റെ ചോദ്യം ആവർത്തിച്ചു. പട്ടാളക്കാരൻ പറഞ്ഞു, ഏറ്റവും വലിയ സത്യം സമാധാനമാണ്. അയാൾ വീണ്ടും യാത്ര തുടർന്ന് വഴിയിൽ ഒരു സ്ത്രീയെ അയാൾ കണ്ടുമുട്ടുകയാണ്. അയാൾ തന്റെ ചോദ്യം ആവർത്തിച്ചു. ആ സ്ത്രീ പറഞ്ഞു, ഏറ്റവും വലിയ സത്യം സ്നേഹമാണ്. അയാൾ തന്റെ യാത്ര അവസാനിപ്പിച്ച് വീട്ടിലെത്തി ഒരു ക്യാൻവാസ് എടുത്ത് മനസ്സിൽ വന്ന സത്യത്തിന്റെ ചിത്രം അയാൾ വരച്ചു ചേർത്തു. അത് ഒരു വീടായിരുന്നു എന്ന് കഥ അവസാനിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തേണ്ട ഒരു വലിയ കാര്യം ഇതാണ്. ഭാര്യയുടെ കണ്ണുകളിൽ വിശ്വാസവും മക്കളുടെ കണ്ണുകളിൽ സ്നേഹവും കുടുംബത്തിലെ സമാധാനവും കണ്ടെത്തുമ്പോൾ അത് ഒരു വീടായി മാറും എന്നുള്ള സത്യം. സെമിനാരിയിൽ ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തില് ചുവരിൽ എഴുതിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള വചനം ഇപ്രകാരമാണ്:
എ ഹൗസ് ഈസ് ബിൽഡ് ബൈ ഹാൻഡ്സ് ബട്ട് എ ഹോം ഈസ് ബിൽഡ് ബൈ ഹാർട്ട്സ്. ഒരു വീട് നിർമ്മിക്കുന്നത് കല്ലുകൾ അടുക്കി വെച്ചാണ്, എന്നാൽ ഒരു കുടുംബം പടുത്തുയർത്തുന്നത് വിശ്വാസമാകുന്ന ഹൃദയങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോഴാണ്. സക്കേവൂസിന്റെ വീട്ടിൽ ഈശോ കടന്നു ചെന്നപ്പോൾ ആ വീട് ഒരു കുടുംബമായി മാറിയെങ്കിലും യേശു കടന്നു വരുന്ന വീടുകൾ കുടുംബമായി മാറുന്നു. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, പ്രവൃത്തിയാലും ഞങ്ങളുടെ പാപം ചെയ്തു പോയി. എൻ്റെ എല്ലാ ആത്മാക്കളോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പ്രിയ സഹോദരരെ, ഭാര്യമാർ ഭർത്താക്കന്മാരുടെ അനുസരണമുള്ളവരായിരിക്കട്ടെ. അവരെ വല്ലവരും ദൈവവചനം അനുസരിക്കാത്ത പക്ഷം ഭാര്യമാർക്ക് തങ്ങളുടെ നിർമ്മല നടപടിയും ഭക്ത്യാദരങ്ങളും നിമിത്തം വാക്കുകളൊന്നും കൂടാതെ തന്നെ ഭർത്താക്കന്മാരെ നേടാൻ കഴിയണം. പിന്നിയ മുടി, സ്വർണ്ണാഭരണം, മൂടിയേറിയ വസ്ത്രങ്ങൾ തുടങ്ങിയ ബാഹ്യ അലങ്കാരങ്ങളെല്ലാം അവർക്കുണ്ടായിരിക്കേണ്ടത്. ദൈവസന്നിധിയിൽ വിലയിരുത്തതും സൗമ്യവും ശാന്തവും അക്ഷയവുമായ ആന്തരിക ജീവിതമാണ് അവരുടെ ഭൂഷണം. ഇങ്ങനെയാണ് പൂർവ്വകാലങ്ങളിൽ ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിക്കുകയും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തത്. സാര അബ്രഹത്തെ നാഥ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നിങ്ങൾ അവരുടെ പുത്രിമാരാണ്. യാതൊന്നും ഭയപ്പെടാതെ നന്മ ചെയ്യുന്നു. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിഘ്നം വരാതിരിക്കാൻ ഭാര്യമാരോടുകൂടെ വിവേകത്തോടെ വസിക്കുകയും അവർ ബലഹീന പാത്രങ്ങളാണെന്നും നീതിയാനുസാകുന്ന ദാനത്തിന്റെ കൂട്ടാവകാശികളാണെന്നും കൊണ്ട് അവരെ ബഹുമാനിക്കുകയും അവസാനമായി എല്ലാവരും സഹതാപവും സഹോദര സ്നേഹവും അനുകമ്പയും വിനയവും ഉള്ളവരായിരിക്കുകയും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, നിന്ദനത്തിന് പകരം നിന്ദിക്കരുത്, മനുഷ്യൻ ആശ്രയിക്കരുതേ വേണ്ടത്. എന്നാൽ അനുഗ്രഹത്തിന്റെ ജന്മാവകാശിയായിട്ടേ നിങ്ങൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ വചനം. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തുന്നു. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തുന്നു. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തുന്നു. അവിടുത്തെ സ്തുതി എന്നും എന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. എന്റെ ആത്മാവ് കർത്താവെ അഭിമാനപ്പെട്ടു. ഏവർ അത് കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തുന്നു. നിങ്ങൾ എന്നോട് കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും അവിടുത്തെ നാമത്തെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഞാൻ കർത്താവിനെ അന്വേഷിച്ച് അവിടുന്ന് എനിക്ക് ഉത്തരം നൽകി. സകല ഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തുന്നു. അങ്ങേ ദർശിക്കുകയും അപ്പോൾ നിങ്ങൾ പ്രകാശിതരാകും. നിങ്ങളുടെ മുഖം ലജ്ജിക്കാതിരിക്കട്ടെ. എളിയവൻ നിലവിളിച്ചു, കർത്താവ് ശ്രമിക്കുകയും ചെയ്തു. അവന്റെ സകല കഷ്ടതകളിലും നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു.
കർത്താവിനെ ഞാൻ സദാകാലവും കർത്താവിനോടുകൂടെ മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷമായി അക്കാലത്തെ യേശു ഫരിസേയരോട് അരുളി ചെയ്തു, സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുന്നു. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരുന്നു. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിന്റെ സുവിശേഷം. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പൗത്രീകരിച്ചു. ഇപ്പോഴാവട്ടെ ഈ കൂടാശയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിന്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുന്നു. നിങ്ങൾ മറുപടി പറയുക. അമല, നിങ്ങൾ വിവാഹിതരാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടെയാണ്. നിങ്ങൾ ഭാഗ്യഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിന്റെയും സഭയുടെയും പ്രബോധനം അനുസരിച്ച് വളർത്തുവാനും സന്നദ്ധരാണ്. വിവാഹ ഉടമ്പടി ചെയ്യാൻ പോകുന്ന നിങ്ങൾ വളരെ ചേർത്ത് പിടിച്ച് ദൈവത്തിന്റെയും തിരിച്ചവരുടെ മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. ഞാൻ അമലയെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ മെജോ ജേക്കബിനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ചു ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശിസുകൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ. ദൈവമേ, ഈ താലിയും മോതിരങ്ങളും അവിടുന്ന് ആശീർവദിക്കണമേ. ഇത് മേജുജിയുടെയും അമലിയുടെയും പരസ്പര സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി തീരുന്നു. ദൈവമേ, പ്രസാദ വരത്തിന്റെ അടയാളമായി മന്ത്രകൂടി ദയാപൂർവ്വം ആശീർവദിക്കണമേ. ജ്ഞാനസ്നാന അവസരത്തിൽ പ്രസാദവരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവന ബന്ധത്തിന്റെ പ്രതിബിംബനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹിക്കണമേ.
ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാവർക്കും അധികം മഹത്വം എന്നും നിലയിക്കും. പരിശുദ്ധനായ പിതാവേ, അങ്ങേ സാദൃശ്യത്തിൽ അങ്ങ് മനുഷ്യനെ രൂപപ്പെടുത്തി പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. അങ്ങനെ പുരുഷനും സ്ത്രീയും ശരീരത്തിലും ഹൃദയത്തിലും ഒന്നായി തീർന്ന് ഭൂമിയിൽ അവരുടെ ധർമ്മം പൂർത്തീകരിക്കുന്നു. ദൈവമേ, അങ്ങേ സ്നേഹത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തപ്പെടേണ്ടതിന് അങ്ങേ ജനവുമായി അങ്ങ് ചെയ്ത ഉടമ്പടി ദമ്പതിമാരുടെ പരസ്പര സ്നേഹത്തിൽ പ്രതിനിധിക്കാൻ അവിടുന്ന് തിരുവുള്ളമായി. അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട കൗരാശിക അടയാളത്തിലൂടെ അങ്ങേ വിശ്വാസികളുടെ വൈവാഹിക ബന്ധത്തിൽ ക്രിസ്തുവിൻ്റെയും സഭയുടെയും വൈവാഹിക രഹസ്യം അവിടുന്ന് വെളിപ്പെടുത്തിയല്ലോ. അങ്ങേ ദാസരായ ഈ മക്കളുടെ മേൽ അങ്ങേ വലതുകരം കനിവാർന്നു നീക്കുകയും അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചൊരിയുകയും ചെയ്യണമേ. കർത്താവെ, ഈ കൂടാശ ഐക്യത്തിൻ്റെ പ്രവേശിച്ചിരിക്കുന്ന ഇവർ അങ്ങേ സ്നേഹത്തിൻ്റെ ദാനങ്ങൾ പങ്കുവയ്ക്കുവാനും അങ്ങേ സാന്നിധ്യത്തിൻ്റെ അടയാളം പരസ്പരം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഹൃദയവും ഒരാത്മാവുമായി തീരുവാനും അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങേ ദാസരായ ജോർജ് കിരണയും സ്വർഗീയ അനുഗ്രഹത്താൽ നൽകണമേ. അങ്ങനെ വിശിഷ്ട ഭർത്താവിൻ്റെയും കരുതലുള്ള പിതാവിൻ്റെയും ധർമ്മങ്ങൾ ഇവർ യഥായോഗ്യം നിർവഹിക്കട്ടെ. പരിശുദ്ധനായ പിതാവേ, അങ്ങേ മുമ്പാകെ വിവാഹത്തിൽ ഒന്നായിരിക്കുന്ന അങ്ങേ മേശയെ സ്നേഹിക്കുവാൻ അപേക്ഷിക്കുന്ന ഇവർ ഒരു ദിവസം സ്വർഗീയത്തിൽ സമൂഹത്തോട് പങ്കുചെയ്യുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടിരിക്കണമേ. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നതിന് അങ്ങേ അപ്പോസ്തലന്മാരോട് ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ,
ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങയുടെ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും സ്നേഹവും നൽകുവാൻ കഴിയണമേ. എന്നെല്ലാം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുന്നു. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുദ്ധന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. Oh
അങ്ങയുടെ വിരുദ്ധത്തിൽ പങ്കാളികളായി തീർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹോദാശികളായി തീർന്ന ഇവർ അങ്ങയോട് സദാ ചേർന്ന് നിൽക്കുകയും അങ്ങയുടെ നാമം മാനവ സമക്ഷം പ്രഖ്യാപിക്കുകയും ചെയ്യുവാൻ കൃപയുണ്ടാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുകയാണേ. കർത്താവ് നിങ്ങളോടുകൂടെ ശിരസ്സ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ പിതാവായ ദൈവം തന്റെ സന്തോഷം നിങ്ങൾക്ക് നൽകുകയും സന്താനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിന്റെ ജാതനായ പുത്രൻ ഉയർച്ചയിലും താഴ്ചയിലും നിങ്ങളെ കാരുണ്യപൂർവ്വം സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സദാ ചൊരിയുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദൈവത്തെ സമാപിച്ചു. നമുക്ക് ഇന്നെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് മെജോടെ നമ്മളൊരു മാരേജിന് വേണ്ടിയിട്ടായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞ് നമുക്ക് വലിയൊരു കയ്യടി തന്നെ കൊടുത്താലും സ്വാഗതം ചെയ്തതിലേക്ക്. എൻ്റെ പേര് സാഫ്രാൻ എന്നാണ്. ഇവിടെ തൊപ്പി തന്നെ വീട്. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിൽ ഞാനും മെജുവും ഒരുമിച്ചാണ് ഞങ്ങൾ പഠിച്ചത് സ്കൂളിലോട്ട്. അപ്പോൾ ആ സമയം തൊട്ട് തന്നെ എനിക്ക് ഇവനെ അറിയാം. പക്ഷെ ഇവൻ ഈ കല്യാണം ഈ സമയമാകുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു, നമ്മൾ ഇന്നലെ പാർട്ടിക്ക് ചെന്ന് വിചാരിക്കായിരുന്നു എങ്ങനെ ഇവന് പെണ്ണ് കിട്ടിയെന്നുള്ള കാര്യം.
കാരണം നമ്മൾ സ്കൂളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നേരത്ത് നമുക്കറിയാം ഇവന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു, ഇത് പഠിക്കാനുള്ള ഭയങ്കര നോക്കി. പക്ഷെ ഇവനിപ്പോ ഒരു ടീച്ചറിനെയാണ് കിട്ടിയെന്ന് ഓർത്തപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു പോകും ഇങ്ങനെ ഇവനത് ശരിയാകുന്നത്. പക്ഷെ അതെന്തോ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം നിന്നെ തല്ലി പഠിപ്പിക്കാൻ ഒരാളായിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം കറക്റ്റായിട്ട്. അത് തല്ലിയാണ് പഠിപ്പിക്കാൻ എല്ലാ കാര്യം. അപ്പൊ അത് എനിക്ക് നല്ലൊരു ദൈവത്തിന്റെ ഒരു കൃപ തന്നെയായിരിക്കും പിന്നെ ആ ടീച്ചറിനെ തന്നെ കൊടുത്തത്. പിന്നെ നമ്മളെ പറ്റി പറയാനാണെങ്കിൽ പിന്നെ മെജോരിക്കും പറയേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. മെജോയുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുന്നത് അമ്മയിലായിരിക്കും അതിനുള്ള മെയിൻ പങ്കാളി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് എന്തായാലും ചെയ്യുന്നുണ്ട് എന്തായാലും. ഓക്കെ, പിന്നെ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലി എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ മെജോയുടെ ഫാദറിനും മദറിനെ വിളിക്കുന്നു. അതോടൊപ്പം തന്നെ അമലയുടെയും മദറിനെയും സിസ്റ്ററിനെ ഞാൻ വിളിക്കുന്നു. സ്വാഗതം ചെയ്യും. മെജോ ജേക്കബ് കുരിശുപറമ്പിൽ യാക്കോബ് ജേക്കബിന്റെ മേജർ ജേക്കബിന്റെ മകനാണ്. ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ഷിപ്പിൽ എന്ത് വർക്കാണെന്ന് മാത്രം ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ ക്യാപ്റ്റനായിരിക്കും പറഞ്ഞേക്കുന്നത്. പക്ഷെ നമ്മുടെ വേറെന്തൊക്കെ പറഞ്ഞേക്കുന്നത്. ശരിക്കും അവരുടെ വർക്ക് അവിടെ എന്തോ അടിച്ചുകാരനൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് നമ്മളത് പറഞ്ഞായിരുന്നു. അപ്പൊ എന്താ ശരിക്കും വർക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഷിപ്പിലാണ് മാത്രമേ അറിയുള്ളൂ. പിന്നെ മധു അമല കടയപ്പറമ്പിൽ ലൈറ്റ് മിസ്റ്റർ കെ പി പീറ്ററിന്റെയും ശൈല പീറ്ററിന്റെയും മകളാണ്. സിസ്റ്റർ ആൻഡ്രിയ നെട്ടൂരാണ് ഒരു വീട്. അമല ഒരു ബി.എഡ് കഴിഞ്ഞിപ്പോൾ ട്രെയിനിങ് സ്റ്റാർട്ട് കഴിഞ്ഞിട്ടില്ല. ബി.എഡ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ മരട് സ്കൂളിലാണ് ഇപ്പോൾ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനിതില് മെയിനായിട്ട് പറയാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഞാനിപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് ഞാനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇവനെങ്കിലും പെൺകുട്ടി എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. ആ ഒരു പിച്ച് ചെയ്ത് നോക്കേണ്ടി വരും ചിലപ്പോൾ കറക്റ്റാണെന്ന് അറിയാനായിട്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ഇവിടെ കൂടി വന്നതിലെല്ലാം സന്തോഷമുണ്ട്. ഇവിടെ ചെറിയൊരു പരിപാടി നമ്മുടെ സാനിയും നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് സഹിച്ചിട്ട് നമുക്ക് ബാക്കി ഫുഡിലും കാര്യത്തിലേക്ക് പോവാം. ഓക്കെ. സിമ്പിൾ
സിംഗിൾ ആയിട്ട് വിളിച്ചിട്ട് എനിക്കറിയില്ല. പറ്റുമായിരിക്കാം, പക്ഷെ എനിക്ക് പാടില്ല പറ്റും. ഓക്കെ സാർ. Thank you. I can see you hurting. I've been through the same thing. Baby, don't you worry, I got you. I just wanna know you. Tell me all your secrets. Looking like you need it. 'Cause I got you. I got you. 'Cause I got you. I got you. We can get high, oh na na na. We can get low, oh na na na. Let me be a friend, baby, let me in. Tell you no lies, oh na na na. We can get lost, oh na na na. Take it all off, oh na na na. Let me be a friend, baby, let me in. Give it to me all, oh na na na. Tell me what you're thinking, always overthinking. I just wanna love you, I got you. Don't have to be so guarded. Let's finish what we started. It's all I ever wanted. 'Cause I got you. I got you. We can get high, oh na na na. We can get low, oh na na na. Let me be a friend, baby, let me in. Tell you no lies, oh na na na. We can get lost, oh na na na. Take it all off, oh na na na. Let me be a friend, baby, let me in. Give it to me all, oh na na na. 'Cause I got you. Oh, Shanti, Shanti, oh, Shanti.
Never was a leader, never had a thing for fairy tales. Not really a believer. No. Small voice in the choir. Guess I never dared to know myself. Can my heart be quiet? No. But then there was you. Yeah, then there was you. Pulled me out of the crowd. You were telling the truth. Yeah. I got something to say now. 'Cause you told me that there's no way I couldn't go, nothing I couldn't do. Yeah. I want to get louder, I got to get louder. We're about to go up, baby, up we go. We're about to go up, baby, up we go. We're blowing out speakers, our heart a little clearer. We're about to go up, baby, up we go. We're about to go up, baby, up we go. For worse or for better, gonna give it to you in capital letters. You put a crack in your shadows, and you told me it's okay to be the light. Don't have to swim in the shallows. No. And I wanna get drunk with you when we lie so still, but you're taking me places, holding me on to you. And we don't care who's watching us, baby. Then it was you. Then there was you. Yeah, then there was you. Pull me out of the crowd. You were telling it true. Telling it true. Yeah. I got something to say now. 'Cause you told me that there's no way I couldn't go, nothing I couldn't do. No. Yeah. I want to get louder. I got to get louder. We're about to go up, baby, up we go. We're about to go up, baby, up we go. We're blowing out speakers, our heart a little clearer. We're about to go up, baby, up we go. We're about to go up, baby, up we go. For worse or for better, gonna give it to you in capital letters. In capital letters, in capital. Gonna give it to you, gonna give it to you, gonna give it to you. I want to get louder, I got to get louder. We about to go up, baby, up we go. We about to go up, baby, up we go. We're blowing up speakers, our heart a little clearer. We about to go up, baby, up we go. We about to go up, baby, up we go. I want to get louder, I got to get louder. We're about to go up, baby, up we go. We're about to go up, baby, up we go. We're blowing up speakers, our heart a little clearer. We're about to go up, baby, up we go. We're about to go up, baby, up we go. For worse or for better, gonna give it to you in capital letters. I was wondering about your mama. Did she get the job she wanted? So that car that gave her problems. I'm just curious about her honest. Though you're wondering why I've been calling, like I got ulterior motives. Though we didn't end it so good, but you know we had something so good. I'm wondering, can we still be friends? Can we still be friends? Doesn't have to end. And if it ends, can we be friends?
Wondering if you got a body to hold you tight since I left. Wondering if you think about me. Actually, don't answer that. Though you're wondering why I've been calling, like I got ulterior motives. No, we didn't end this so good, but you know we had something so good. So I'm wondering, can we still be friends? Can we still be friends? Doesn't have to end, and if it ends, can we be friends? Can we be friends? And if it ends, can we be friends? Are you wondering why I've been calling, like I got ulterior motives? No, we didn't end this so good, but you know we had something so good. I'm wondering, can we still be friends? Can we still be friends? Doesn't have to end, and if it ends, can we be friends? Magician എത്തിയിട്ടുണ്ട്. ബീച്ച് റോഡിൽ നിന്നുള്ള magician സാലി ആയിരുന്നു. താങ്ക് യു. ഞാൻ വലിയ magician ഒന്നുമല്ല, പക്ഷെ ഒരു 12 വർഷം മുമ്പ് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിനായിട്ട് കുറഞ്ഞ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നുമില്ല. സ്റ്റേജ് പെർഫോമൻസ് നിർത്തി വെച്ചേക്കാണ്. ഇന്നലെ ഞാൻ ഐറ്റംസ് മാജിക് എന്ന് പറയുന്നത് കൺകെട്ട് വിദ്യയാണ്. ചിലപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഇത് ട്രിക്ക് മനസ്സിലാവും. കുറച്ച് പേർക്ക് ഞാൻ രാവിലെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, രീതിക്ക് ഫ്രണ്ടിരിക്കുന്ന ആരെയും ഞാൻ കിട്ടും. ഇതൊക്കെ എല്ലാവരും അറിയാം എന്താണെന്നുള്ളത്. അപ്പൊ സ്റ്റേജിലേക്ക് ഒരാളുടെ സഹായം വേണം. ആദ്യം ഒരാൾ വരണം, ധൈര്യമുള്ള ആളുകൾ കയറി വരണം. എല്ലാവരും മിക്ക മ്യൂസീഷ്യൻസും കോട്ട് ഇട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും സംശയം ഉണ്ടാവും കോട്ടിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഇവിടെ എന്തായാലും കൊടുക്കാല്ലേ. ഈ വിദേശ വസ്ത്രം ഞാൻ ബഹിഷ്കരിക്കുകയാണ്. ഷർട്ടോ ടൈ 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 ഇത് മാജിക്കൽ കാർഡ്സ് ആണ്. മൈക്കിൽ അതെല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടോ? മൈക്കിൽ ബാക്കി കേൾക്കാൻ പറ്റുന്നുണ്ടോ? ബാക്കി നടക്കുന്ന ഈ കാർഡ്സ് എല്ലാവർക്കും കാണാൻ പറ്റും. എല്ലാം വ്യത്യസ്തമായ കവറുകളാണ്. മാജിക് കാർഡ് ഒരിക്കലും കൈമാറാറില്ല. കണ്ടല്ലോ, പ്രത്യേകിച്ച് അവസരം ഞാൻ കാർഡ്സ് ഇടുമ്പോ ഇഷ്ടമുള്ള സ്ഥലത്ത് തൊടാം. ആ കാർഡ് ചീട്ട് എടുക്കാം, എന്നെ കാണിക്കാം. ഓക്കെ, അങ്ങനെയല്ല, ഇങ്ങനെ തൊടാം.
ചീട്ടെടുത്തോ, എന്നെ കാണിക്കരുത്, എനിക്ക് ഓഡിയൻസിനെ കാണിച്ചു. സെയിം അല്ലേ? ഇങ്ങോട്ട് തൊട്ടോ. എന്നെ കാണിക്കണ്ട, കാണിക്കാനുള്ള തന്നെ സെയിമാണോ? സെയിമാണ്. കയ്യടി പ്രതീക്ഷിക്കുന്നു. ഈ കാർഡ് ഞാൻ കണ്ടിട്ടില്ല. ഏതാ കാർഡ്? ഞാൻ ആ കാർഡ് ഫുള്ള് അതാക്കിട്ടെ അത് ഇതിന്റെ ക്ലൗഡ് ചെയ്യണ എല്ലാം ആക്കിട്ടെ എല്ലാം ഞാൻ അതാക്കിട്ടെ. അല്ല, ഞാൻ ആദ്യം പറഞ്ഞോ, ഈ കുത്ത് കാർഡ്സിന്റെ അകത്തുള്ള ട്രിക്കുകളാണ്. അത് ഈ ഐറ്റം ഉള്ള ആർക്കും ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് അത് പറഞ്ഞു. എല്ലാവർക്കും വന്ന് നോക്കാം. എല്ലാ സെവൻ ആയിക്കടാ. ഇഷ്ടമുള്ളൊരു സംഖ്യ പാറാണെങ്കിൽ ഇഷ്ടമുള്ളൊരു സംഖ്യ ഇതൊക്കെ അടച്ചത് ഇതൊന്നുകൂടി ചെക്ക് ചെയ്ത് ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ വയ്ക്കാൻ പോവാണ്. വിവാഹിതയാണോ? എത്ര കുട്ടികൾ? വെച്ചേക്കണ്ടല്ലേ? നിർത്തിക്കോ. ഓക്കെ, താങ്ക് യു. I'm alive inside your beautiful something so unusual. In your eyes, I know I'm home. Yeah. Every tear, every fear, gone with the thought of you changing what I thought I'd do. I'll be yours for 1,000 lives. I'm free as a bird when I'm flying in your cage. I'm
Been waiting for a lifetime for you. Been breaking for a lifetime for you. Wasn't looking for love till I found you. On the night for love till I found you. Skin to skin, breathe me in. Fill with your kiss on your lips. I'm made of ecstasy. I'll be yours for 1,000 lives. I'm crazy, but I'm finding your cage. I'm diving in deep and I'm riding with no brakes. I'm bleeding your love and you're swimming in my veins. You've got me now. Been waiting for a lifetime for you. Been breaking for a lifetime for you. Wasn't looking for love till I found you. On the night for love till I found you. Been waiting for a lifetime for you. Been breaking for a lifetime for you. Wasn't looking for love till I found you. On the night for love till I found you. പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, രാജ്യം വരണമേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.